കാർലോ അക്വിറ്റസിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഹൃദയത്തിന്റെ തിരുശേഷിപ്പ് അസീസിയിൽ നിന്ന് റോമിലേക്ക് കൊണ്ടുപോകും. ഏപ്രിൽ 27-നാണ് വാഴ്ത്തപ്പെട്ട കാർലോയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നത്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുശേഷിപ്പുകളിലൊന്നായ ഹൃദയത്തിന്റെ തിരുശേഷിപ്പ് ആൾത്താരിൽ സമർപ്പിക്കും. തിരുശേഷിപ്പുകൾ വണങ്ങുന്നത് കത്തോലിക്ക സഭയിലെ ഒരു പൈതൃക പാരമ്പര്യമാണെന്ന് അസീസിയിലെ ബിഷപ്പ് ഡൊമിനിക്കോ സൊറന്റീനോ പങ്കുവച്ചു. വിശുദ്ധി അസാധാരണമായതോ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെയോ ഭാഗമല്ല, മറിച്ച് അതെല്ലാവർക്കും, യുവാക്കൾക്ക് പോലും പ്രാപ്യമായ ഒന്നാണെന്ന് കാർലോയുടെ ജീവിതം ഓർമ്മപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2006-ൽ 15 വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ ബാധിതനായി കാർലോ മരണമടയുന്നത്. ദിവ്യകാരുണ്യത്തിന്റെ സൈബർ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന കാർലോ ദിവ്യകാരുണ്യത്തോട് വലിയ ആദരവ് പുലർത്തുകയും സുവിശേഷവൽക്കരണത്തിനായി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അനേകരെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. 2020-ലാണ് കാർലോയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നത്.